തെന്നി പോകുന്നു നീലാകാശമതിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേഥലേം പട്ടണത്തിൽ. മറിയത്തിൻ പൊന്മകനാ മിന്നും താരം തെന്നി തെന്നി പോകുന്നു നീലാകാശമതിൽ. മിന്നും താരം തെന്നി തെന്നി പോകുന്നു നീലാകാശമതിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേഥലേം പട്ടണത്തിൽ. താഴെ രാജാക്കൾ താരം നോക്കി പോകുന്നു ബേഥലേം പട്ടണത്തിൽ. മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിക്കാൻ ഇഷ്ടമില്ലാത്തതിനാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ദൈവമേ, എൻ്റെ ഈ തീരുമാനത്തിന് എന്നോട് പൊറുക്കേണമേ. ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. മാനവ ജനതയെ അവരുടെ പാപങ്ങളിൽ നിന്നും അവൻ രക്ഷിക്കും. സർവശക്തനായ തമ്പുരാനെ, ഈയുള്ളവന്റെ അറിവില്ലായ്മയെ പുറത്തു തരണമേ. ഞാൻ അവളെ പ്രാണനെപ്പോലെ കാത്തുകൊള്ളാം. അങ്ങനെ കാലം ഒരു അവധൂതനെ പോലെ കടന്നുപോയി. നിറഗർഭിണിയും അവശയുമായ മറിയത്തെയും കൊണ്ട് ജോസഫ് ഗ്രാമവീഥികളും നഗരപഥങ്ങളും താണ്ടി ഒരു സത്രത്തിലെത്തി. സത്രം കാവൽക്കാരാ, ഒരു രാത്രി ഇവിടെ ചെലവഴിക്കാൻ ഞങ്ങളെ അനുവദിക്കുമോ? സാധ്യമല്ല, സത്രം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. മറിയം, വരൂ, നമുക്ക് യാത്ര തുടരാം. സർവേശ്വരൻ നിനക്ക് സഹനശേഷി നൽകട്ടെ. വയ്യ, എനിക്കിനി ഒരടി നടക്കാൻ വയ്യ. അങ്ങനെ പറയരുത്. ഈ അപരിചിത വഴിയിൽ നമ്മൾ മണലാരണ്യത്തിലെ ഏകാകികളെപ്പോലെ ഒറ്റപ്പെടും. വരൂ, സർവശക്തന്റെ അദൃശ്യകരങ്ങൾ നിനക്ക് തുണയായുണ്ട്. വരൂ. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു, ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു.
we offer our heartfelt thanks to the Sender Sunday School for their beautiful presentation, which truly carried us to the very scene of infant Jesus' birth.